ഹായ്, എഫ് പി ടിയുടെ മറ്റൊരു പുതിയ വീഡിയോ ആണ്. നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എയർഫോഴ്സിന്റെ അഗ്നിവീർ വായു നോൺ കമ്പാറ്റന്റ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിലുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഈ വരുന്ന 2024 സെപ്റ്റംബർ 25 മുതൽ നമ്മുടെ AFPT പത്തനംതിട്ട ഇലവന്തിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ പുതിയ റെസിഡൻഷ്യൽ ബാച്ച് ആരംഭിക്കുകയാണ്. ഈ ബാച്ച് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ വായു നോൺ കോമ്പാറ്റന്റ് ട്രേഡിലേക്കുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏജ് ലിമിറ്റ് ആണ്. 2 ജനുവരി 2004 2 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. മെയിൽസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 21 വയസ്സാണ് പ്രായപരിധിയായിട്ട് പറയുന്നത്. മെരിറ്റൽ സ്റ്റാറ്റസ് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് സ്പെഷ്യലി ഇതിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സായാൽ മാത്രം മതി എന്നതും ഇതിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ ഫിസിക്കലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 152 സെന്റിമീറ്റർ ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നവർക്ക് ആണെങ്കിൽ പോലും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് ജോലിയാണ് അവിടെയുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് പറഞ്ഞാൽ 2 സ്ട്രീമിലേക്കാണ് അവിടുത്തെ വേക്കൻസീസ് വരുന്നത്. ഒന്ന് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമും അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സ്ട്രീമും. അങ്ങനെ 2 സ്ട്രീമിലേക്കാണ് അവിടെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോസ്പിറ്റാലിറ്റി സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിച്ചണിൽ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യണം. ഫുഡ് കുക്കിംഗ്, അതുപോലെ തന്നെ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ജോലികളാണ് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിൽ വരുന്നത്. ഹൗസ് കീപ്പിംഗ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ്, സ്വീപ്പിംഗ്, ഫ്ലോർ ക്ലീനിങ്, റോഡ് ക്ലീനിങ്, ഇത്തരത്തിലുള്ള ജോലികളായിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ലഭിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വളരെ വ്യക്തവും കൃത്യവുമായി തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക. പോസ്റ്റൽ വഴിയാണ്, ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. അപ്പോൾ ഓരോ ഓഫീസിലും അതിൻ്റെ ഒഴിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എവിടേക്കാണ് അയക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് വളരെ കൃത്യമായി തന്നെ അയക്കാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ നിങ്ങൾ തെറ്റുകൂടാതെ കൃത്യമായി അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും. അതിനുശേഷം പിന്നീട് നടക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് phase 1, phase 2, phase 3, phase 4 എന്നീ 4 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. phase 1 എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ആണ്. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ ചോദിക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ 10 ക്വസ്റ്റ്യനും ജനറൽ നോളജിൻ്റെ 10 ക്വസ്റ്റ്യനും, ടോട്ടൽ 20 ക്വസ്റ്റ്യനാണ് ചോദിക്കുക. 20 മാർക്കിനാണ് എക്സാം നടക്കുക. മിനിമം 10 മാർക്കെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഈ phase 1 നിങ്ങൾ ക്വാളിഫൈ ആകുള്ളൂ. phase 1 ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് phase 2 പോകാൻ പറ്റുള്ളൂ. phase 2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന ഫിസിക്കൽ സെഗ്മെൻ്റ് ആണ് phase 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹൈറ്റ് ചെക്ക് ചെയ്ത് 152 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം 1.6 കിലോമീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഓടി എത്തണം എന്നുള്ളതുമാണ് phase 2 ഒരു പ്രോസസ്സ്. അതിനുശേഷം ഇതിൽ PFT1, PFT2 എന്ന രീതിയിൽ 2 സെക്ഷനായിട്ടാണ്. PFT2 വരുന്നത് 10 പുഷപ്സ്, 10 സിറ്റപ്സ്, 20 സ്ക്വാട്സ് 1 മിനിറ്റിനുള്ളിൽ, ഓരോന്നിനും 1 മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീട് phase 3 ആണ് വരുന്നത്. phase 3 വരുന്നത് സ്ട്രീം സൂട്ടബിലിറ്റി ടെസ്റ്റാണ്. സ്ട്രീം സൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ട്രേഡിൽ നിങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കണം. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അത്തരത്തിലുള്ള ഏത് ട്രേഡാണോ ആ ട്രേഡിലേക്ക് നിങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കണം. അതിന് ടോട്ടലി 30 മാർക്കിലാണ് നടക്കുന്നത്. 15 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം ഫോർ ക്വാളിഫിക്കേഷൻ. ആൻഡ് ഫൈനലി phase 4 ആണ്. അത് മെഡിക്കൽ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ മെഡിക്കലും നിങ്ങൾ പാസ്സായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു യൂണിഫോം സ്വന്തമാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഓഫ്ലൈൻ ആണ്. നിങ്ങൾ അയച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അങ്ങ് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമയം കളയാതെ വേഗം അയച്ചോളുക. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് RPF, CRPF, ITBP, ആർമി, എയർഫോഴ്സ്, നേവി
SSC, GD, പാരാമിലിറ്ററി, ആസാം റൈഫിൾസ്, BSF തുടങ്ങി ഇന്ത്യൻ ആർമിയിലെ ഏതെങ്കിലും ഫോഴ്സസിൽ ഒരു ഉയർന്ന ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആർമഡ് ഫോഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള AFPT നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു ഫുള്ളി പാക്ഡ് റെസിഡൻഷ്യൽ ബാച്ച്. നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസുകൾ, കൂടാതെ മികച്ച നിലവാരത്തിലുള്ള ഹോസ്റ്റൽ ആൻഡ് മെസ് ഫെസിലിറ്റി. ഈ വരുന്ന 2024 സെപ്റ്റംബർ 25 പത്തനംതിട്ടയിലെ ഇലവന്തിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ AFPTയുടെ പുതിയ റെസിഡൻഷ്യൽ ബാച്ച് ആരംഭിക്കുന്നു. ഇനി വേറെ എന്ത് നോക്കാൻ? കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഹലോ, ഇനി പട്ടാളത്തിൽ കയറാൻ പത്തനംതിട്ടയിലേക്ക് പോകണം.